കർത്താവേ, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കി തരണേ. ഏത് ശല്യമാണിത്? ഓ, ഇവനൊന്നും ഒരു പണിയില്ലേ? എന്താടാ നീ ഡോക്ടറിന്റെ അടുത്തോട്ട് എന്താണെന്നറിയാമോ? ഡോക്ടർ പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു കിടിലം മരുന്ന് തന്നിട്ടുണ്ട്. എന്ത് മരുന്ന്? സുനാമി ഹോഴ്സ് പവർ പൗഡർ. സുനാമിയാ? അപ്പൊ നീ തകർക്കല്ലേ? ഗുഡ് നൈറ്റ്. അല്ല, ആ മരുന്ന് എനിക്ക് കുറച്ച് ശല്യം ചെയ്യാതെ പോടാ പോ. സുനാമി. അങ്ങനെ അവനൊരു ദുരിതാശ്വാസമായി. കർത്താവേ, എന്റെ പാല് പാലിവിടെ പോയി. ഇതാരാ ഇത് കുറിച്ച്? പാല് കുടിച്ചിട്ടിരിക്കുക കള്ളി. പണിയാണ് നീ കാണിച്ചത്. എന്റെ അവസാനത്തെ പ്രതീക്ഷയായിരുന്നു. എന്റെ ലൈഫ് വെച്ചാ നീ കളിച്ചത്. ആശിപ്പാനായ അപ്പൊ പാലെടുത്ത് കുടിച്ച നീ അല്ലേ? ഇന്നാരാ പാലെടുത്ത് കുടിച്ചത്? ബാക്ക് മസിൽസ് ഉരുണ്ടുകൂടുന്നു. ധോണി വലിയ കളിക്കാരനാണ്, പക്ഷെ ഇത്രയും മസിലില്ല. ഇനി മൂലവിറപ്പിക്കുന്ന കളി. എന്താണ് പതിവില്ലാത്ത ഒരു ബോഡി ഷോ ഒക്കെ? പതിവില്ലാണ്ടല്ലടാ, മേലെ അസകലം ഒരു കുളിര് കോരിയിട്ട പോലെ തോന്നുന്നു. ഇവിടെ ആരുമില്ലല്ലോ. എന്താ? എന്നെ ഒന്ന് തടവാൻ ഒരാളെ വെക്കടാ, എനിക്ക് സുഖം ഉണ്ടാവാനാ. പാല് പോയ വഴി. അമ്മമ്മ മരിച്ചിട്ട് 23 കൊല്ലായി. എനിക്ക് സുഖമില്ല. അപ്പാപ്പനെ തടവല്ല, ചവിട്ടി തിരുമ ഞാൻ. അപ്പാപ്പനെ പാല് കട്ടുപിടിച്ച പാലെടുത്ത് കട്ടുകുടിക്കാൻ ഞാൻ എന്താടാ കുറിഞ്ഞിപ്പൂച്ച? ദേ, കള്ളത്തരം പറയരുത്. അപ്പാപ്പനല്ലേ ഞാൻ അടുക്കള വെച്ചിരുന്ന പാലെടുത്ത് കുടിച്ചത്? പറ. നിന്റെ അപ്പനാവും എടുത്തു കുടിച്ചത്. അവന് പണ്ടേ ഉണ്ട് ആരും കാണാതെ പാല് കട്ടെടുത്ത് കുടിക്കുന്ന ശീലം. അപ്പൊ അത് അപ്പം തന്നെ. അപ്പാ, എന്റെ പാല് മുല വിറപ്പിക്കാൻ അബൂസലി പോരാട്ട. ഇതെന്താ അപ്പം കഥാപ്രസംഗത്തിന് പോകാൻ? ഓഹോ, കയ്യില് മുല്ലപ്പൂക്കെ കെട്ടി ഇറങ്ങിയിരിക്കുക. റൊമാൻറ്റിക് മൂഡിൽ പാല് കുടിച്ചത് അപ്പം തന്നെ. അപ്പൊ ഞാൻ അടുക്കള വെച്ചിരുന്ന പാലെടുത്ത് കുടിച്ചു. എന്ത് പണിയാണ് അപ്പ കാണിച്ചത്? അതങ്ങനെ അപ്പന് കുടിക്കാൻ പറ്റിയ പാലൊന്നും അല്ല. അതെന്താ, റബ്ബർ പാലാണോ? റബ്ബർ പാലായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ആ പാല് കുടിച്ചതിന് ശേഷം അപ്പന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഫീൽ ചെയ്യുന്നു? ഫീലിംഗ് ഫാന്റാസ്റ്റിക്, വണ്ടർഫുൾ ഫീലിംഗ് കളിയാ. എന്താ അറിഞ്ഞൂടാ, പതിവില്ലാതെ എനിക്ക് ഇങ്ങനെ പാട്ട് പാടാനൊക്കെ തോന്നുന്നു. നല്ല ഒന്നാം തരം മൂഡ്. സുനാമി അല്ലേ കുടിച്ചേ? അമ്മ ഇതെന്താണ് രാത്രി സെറ്റ് സാരി കൊടുത്ത്? അപ്പൻ ഒരേ നിർബന്ധം സെറ്റ് സാരി എടുക്കണമെന്ന്. ചേട്ടാ, ഞാനവിടെ വെച്ചിരുന്ന മുല്ലപ്പൂ എന്ത്? എന്താണ് അപ്പന്റെ ഉദ്ദേശം? എനിക്കങ്ങനെ പല ഉദ്ദേശങ്ങളും കാണും. അതൊന്നും നീ അറിയേണ്ട ആവശ്യമില്ല. കടക്കപ്പുറത്ത് എന്റെ ഫാമിലി മാറ്റേഴ്സിൽ ഇടപെടണം. അപ്പാ, സ്വീറ്റ് ഡ്രീംസ്, ഗുഡ് നൈറ്റ്. പൂക്കാലം ഇനിയിപ്പോ എന്ത് ചെയ്യും? ഹലോ, ഡോക്ടർ സക്സേന? ഡോക്ടറെ, ഇയോ ആണേ. എടോ, ഇത് കൺസൾട്ടിങ് സമയമല്ല, ഞാൻ ബാറിൽ കൺസൾട്ട് അടിക്കുന്ന സമയം. എന്താ എന്റെ പ്രശ്നം? ഡോക്ടറെ, ഒരു അബദ്ധം പറ്റി. ഡോക്ടർ എന്ന മരുന്ന് അപ്പനെടുത്ത് കുടിച്ചു. അപ്പൻ ഈ പ്രശ്നമുണ്ടോ? അപ്പൻ ഈ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ടാവും. അത് ശരിയാണല്ലോ. ഞാനിപ്പോ എന്താ വേണ്ടേ? അതെ,
എനിക്ക് ആ മരുന്ന് ഒന്നുകൂടി വേണമായിരുന്നു. ഇപ്പൊ ഞാൻ അങ്ങോട്ട് വന്നാൽ എടുത്തുതരാൻ പറ്റുമോ? എടോ ഇപ്പൊ ഈ വന്നിട്ട് കാര്യമില്ല. ഈ മരുന്ന് എന്ന് പറഞ്ഞ കുടുംബശ്രീ യൂണിറ്റുകാരുണ്ടാക്കുന്നതല്ല. ഞാൻ പറഞ്ഞതല്ല, സുമാത്ര ദ്വീപിൽ ഗോത്രവർഗ്ഗക്കാരുണ്ടാക്കുന്നതാണ്. ഇനി ഇതൊരു മാസം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. ശോ, അപ്പൊ അതുവരെ ഞാൻ എന്ത് ചെയ്യും ഡോക്ടറെ? അതുവരെ ഇപ്പൊ എന്താ ചെയ്തുകൊണ്ടെന്ന് അതന്നെ ചെയ്യാം. അല്ലെങ്കിൽ തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഈശോളെ, ഞാൻ എന്റെ ആവശ്യമായിപ്പോയി. ഡോക്ടറെ, ഞാൻ അയ്യോ കിടക്കാൻ വരുന്നില്ലേ? ഞാനിപ്പോ വരാം. എടോ ഇങ്ങോട്ട് വന്നിട്ട് ഒരു കാര്യമില്ല, മരുന്നില്ല. വരാന്ന്. എന്നോടല്ലേ പറഞ്ഞ വന്നിട്ട് കാര്യമില്ലാന്ന്. ഓ, അത് ഞാനിവിടെ എന്റെ വൈഫിന്റെ അടുത്ത് പറഞ്ഞത്. ഓഹോ, വൈഫ് കിടക്കാൻ വിളിക്കല്ലേ? എന്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോ എനിക്ക് പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ കളിച്ച നാടകത്തിന്റെ പേര് ഓർമ്മ വരുന്നത്. അറിയാം, യോഗ ലമണിയെ പായ അങ്ങോട്ട് മടക്കാളിന്നല്ലേ? അതല്ല, അത് ഞാൻ സ്കൂൾ പഠിക്കുമ്പോൾ കളിച്ചത്. ഇത് വേറെ. ഭാർഗവന്റെ കുലയ്ക്കാത്ത കുലയും അമ്മണിയുടെ നിലയ്ക്കാത്ത കൊതിയും. ചില സാങ്കേതിക കാരണങ്ങളാൽ ചന്ദ്രയാൻ കുതിച്ചു പൊങ്ങിയില്ല. വിക്ഷേപണം ഇനിയും വൈകി. ചന്ദ്രയാൻ ഒരു ചന്ദ്രൻ. കിഴവൻ കണ്ണാളെ കുറത്തി താഴമ്പുമയ്യാളെ നിന്റെ കാണാത്ത മാമ്പഴങ്ങൾ കാന്താരി ഞാനൊന്ന് കണ്ടോട്ടെ. യു നോട്ടി. യു ഹോട്ടി. പട്ടി മതിയുടെ ഉറപ്പിച്ചത്. അതെ അതെ, കോൾ യു ലേറ്റർ ഡാർലിംഗ്. പ്ലീസ് പോവാണോ? പോയിട്ട് വാരിലൂടെ കണ്ണാ. STTC. ആരാടാ? അന്ന് ഞാൻ ആ ബ്യൂട്ടി പാർലറിൽ വെച്ച് കണ്ട പെണ്ണില്ലടാ, അവളാണ്. അവരിത്ര പെട്ടെന്ന് സെറ്റായ? എടാ ഭീകര, ഇതൊക്കെ എന്റെയൊക്കെ ടൈം. എന്തൊരടിയാണിത്? ആ പറഞ്ഞിട്ട് കാര്യമില്ല, ഈ അടിയിൽ നടക്കട്ടെ. എന്നാലും നിനക്കിത് ഒന്നും നടന്നിട്ടില്ലേ? ഒരു ദിവസം നടന്നു എന്നൊരു സംശയമുണ്ട്, പക്ഷെ അതും ഉറപ്പില്ലടാ. എന്ത് ചെയ്യാനാ, എന്റെ ജീവിതം ഒരു ചോദ്യചിഹ്നമായിപ്പോയാ. ചോദ്യചിഹ്നം. അതുകൊണ്ട് കുഴപ്പമില്ല. നിന്റെ മരുന്നെടുത്ത് കഴിച്ചിട്ട് നിന്റെ അപ്പന്റെ ജീവിതം ആശ്ചര്യച്ചിട്ടുണ്ടായി. എടാ, എനിക്കൊരു ഡൗട്ട്. എന്ത്? മാടമ്പള്ളിയിലെ ആ യഥാർത്ഥ മനോരോഗി ആനയാണെങ്കിലോ? എന്തോന്നു? എടാ, അത് അവളുടെ കുഴപ്പം കൊണ്ടാണെങ്കിലോ? അവളും ബ്രിട്ടോയും തമ്മിൽ ഡിവോഴ്സ് ആണുള്ള കാരണം എന്താ? അതവന്റെ സംശയരോഗം. അത് അവള് പറഞ്ഞല്ലേ? എടാ, അവളുടെ കുഴപ്പം കൊണ്ട് അവന് നിന്റെ പോലത്തെ അവസ്ഥയിലുണ്ടായെങ്കിലോ? ചില ഭാര്യമാരുടെ അപ്രോച്ച് ശരിയായില്ലെങ്കിൽ ഉണ്ടല്ലോ, ഭർത്താക്കന്മാർക്ക് ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ടാവും. എനിക്ക് ഇങ്ങനത്തെ എത്ര കേസറിയാന്നറിയാമോ? അങ്ങനെയൊക്കെ ഉണ്ടാവോ? ഇതറിയാൻ ഒറ്റ വഴിയുള്ളൂ. എന്ത് വഴി? നീ വേറൊരു പെണ്ണുമായിട്ട് അതൊക്കെ തെറ്റാടാ. പിന്നെ എനിക്കത് എൻജോയ് ചെയ്യാൻ പറ്റൂന്ന് അറിയില്ലടാ. അയ്യോ, അത് നിനക്ക് സൂഹിക്കാൻ വേണ്ടിട്ടല്ല, പിന്നെ നിന്റെ പ്രശ്നം എന്താണെന്ന് അറിയാൻ വേണ്ടിട്ടാണ്, മനസ്സിലാക്കാനായിട്ടാണ്. അങ്ങനെ ആണെങ്കിൽ കുഴപ്പമില്ലായിരിക്കും അല്ലേ? പക്ഷെ ഇതിന് പറ്റിയൊരു പെണ്ണ് വേണ്ടേ? അതിനൊക്കെ പറ്റിയ സ്ഥലം ഉണ്ടാ. മൈസൂറും ബാംഗ്ലൂരും അല്ലേ? പിന്നെ ഇതെന്താ സ്കൂളിൽ ടൂർ കൂടെന്ന് ചോദിച്ചിട്ടാണോ? എന്നാ ഗോവ. മൈസൂർ ബാംഗ്ലൂർ ഫോർ കിഡ്സ്, ഗോവ ഫോർ മെൻ. ലെജൻഡുകളൊക്കെ പോണ സ്ഥലം വേറെയാണ് മോനെ. അതെവിടെയാ? ഇതിപ്പോ എത്ര ദിവസം എടുക്കും? എത്ര ദിവസം എടുക്കുന്നൊന്നും പറയാൻ പറ്റില്ല. ഈ പറഞ്ഞ പോലെ ആയുർവേദ ട്രീറ്റ്മെന്റ് അല്ലേ? ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി, കുഴി, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. എന്താ കുഴി? ഫുൾ വെറൈറ്റി ചികിത്സയല്ലേ, പ്രത്യേകിച്ച് ഈ മസാജ്. ഇവിടെ പോയ പെട്ടെന്ന് ശരിയാവോ? ശരിയാവാൻ വേണ്ടിട്ടാണല്ലോ പോകുന്നത്. ഈ ശിവയുടെ അപ്പൂപ്പനൊക്കെ ഇവിടെ പോയി ചികിത്സിച്ചപ്പോഴാ അവന്റെ അപ്പനുണ്ടായെന്ന് അവൻ പറയുന്നു. ഓ, പിന്നെ ഈ സ്ഥലം എവിടെയായിട്ട് വരും? പട്ടായ. പട്ടായോ? പട്ടായ മഠത്തിൽ പരമേശ്വരൻ വൈദ്യർ, അതാണല്ലോ അയാളുടെ പേര്. അപ്പൊ ഞാൻ പോയിട്ട് വരാം. അവൻ അവിടെ വെയിറ്റ് ചെയ്യണം. ടേക്ക് കെയർ ബേബി. ഓക്കേ, ബൈ.